കോഴിക്കോട് തൃശൂർ പാതയോരത്തെ ചാലിയാറിന്റെ തീരത്തായി ഫറോക്ക് പുതിയ പാലത്തിന് സമീപം പുതുതായി നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ വിശ്രമ മന്ദിരം ഒക്ടോബർ 1 വൈകിട്ട് 3 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷന്റെ അതിർത്തിയിൽ 5,85 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്നെത്തുന്നവർക്കും വിനോദസഞ്ചാരികൾ എന്നിവർക്കുൾപ്പെടെ ഉപയുക്തമാകുന്ന തരത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശ്രമ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കോഴിക്കോട് തൃശൂർ പാതയോരത്ത് ചാലിയാർ തീരത്തായി ഫറോക്ക് പുതിയ പാലത്തിന് സമീപത്തായാണ് വിശ്രമ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ അതിർത്തിയിൽ 5,85 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. ദേശീയ പുരസ്കാരത്തിന് അർഹമായ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഉൾപ്പെടെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ ആകർഷിച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്ന ബേപ്പൂർ ടൂറിസത്തിന് കൂടി പ്രാധാന്യം നൽകിയാണ് 10,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 3 നില റെസ്റ്റ് ഹൗസ് സജ്ജമാക്കിയിരിക്കുന്നത്. വിശ്രമ മന്ദിരം ഒക്ടോബർ 1 വൈകിട്ട് 3 മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. നാടിനൊരു ആശ്വാസവും ഒരു സ്വപ്ന പദ്ധതിയുമാണ് യാഥാർത്ഥ്യമാകുന്നത്. തുടക്കത്തിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളൊക്കെ മുറിച്ചു കിടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. കരാറുകാരനെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവരേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. ഇത്തരമൊരു നിലപാടെടുത്തുകൊണ്ട് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് 1-ാം തീയതി കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടുകൂടി ഇവിടുത്തെ മുറികൾ ഈ പരിസരത്തുള്ളവർക്ക് എപ്പോഴാണെങ്കിലും നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായോ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിക്കും. ചെറിയ ചെറിയ യോഗങ്ങൾ നടത്താനുള്ള ഓൾ ഇപ്പോഴാകും. വലിയ യോഗങ്ങൾ നടത്താനുള്ള ഓൾ ഉടനെ തന്നെ വരുന്ന സ്ഥിതിയുണ്ട്. താഴത്തെ നിലയിൽ വിശ്രമമുറി, വിശാലമായ കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, അടുക്കള എന്നിവയും മറ്റ് 2 നിലകളിൽ 2 സ്യൂട്ട് റൂമുകളും 7 താമസ മുറികളും ഉണ്ടാകും. കോഴിക്കോട് നഗരത്തിന്റെ കവാടം എന്ന നിലയിലും നഗരവുമായി ബന്ധപ്പെട്ട തെക്ക് വടക്ക് പ്രധാന പാതയും കരിപ്പൂർ വിമാനത്താവളം, ബേപ്പൂർ തുറമുഖം, ചെറുവണ്ണൂർ നല്ലളം വ്യവസായ കേന്ദ്രം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവയും ബേപ്പൂർ, കടലുണ്ടി ഉൾപ്പെടെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടുത്തായതിനാൽ പുതിയ വിശ്രമ മന്ദിരത്തിന് പ്രാധാന്യം ഏറും. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.